പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേക്ക് ഇന്ന് നോക്കുമ്പോൾ ഭയം തോന്നുന്ന ഒരു അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നു, യുദ്ധവും യുദ്ധക്കെടുതികളുമായി നടക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൊല്ലുന്നതിനൊരു മടിയുമില്ലാത്ത അവസ്ഥ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഭരണാധികാരികൾക്ക് വിവേകം നഷ്ടപ്പെട്ടിട്ട് വേലക്കൂലി കൊടുക്കാനില്ല, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കൊടുക്കാനില്ല, അങ്ങനെ എല്ലാ തരത്തിലും ഒരു വല്ലാത്ത തിന്മയുടെ നടുവിലൂടെ കടന്നു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നതിനൊരു കാരണം ഇതാണ്: ദൈവഭയമുള്ള ജനമില്ലെന്ന്. രാഷ്ട്രീയം കയറി തലയ്ക്ക് പിടിച്ചിട്ട് തൻകാര്യം മാത്രം നോക്കി മറ്റുള്ളവരെ ആരെയും ബഹുമാനിക്കാത്ത തരത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഒരു 10-20 വയസ്സുള്ള ഒരു കൂട്ടുകാരനെ കൊല്ലുമ്പോൾ മറ്റുള്ളവർക്ക് ചുമ്മാതെ നോക്കി നിൽക്കാൻ സാധിച്ചത്? അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇത്രയേറെ കൊടിയ തിന്മ നടക്കുമ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെ വരാൻ സാധിക്കുന്നു? കാരണം ഉള്ളിൽ ആത്മാവില്ല. ജഡം മാത്രം ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മാത്രം വെളിപ്പെടും, അത് നടത്തപ്പെടും. അത് നടത്തപ്പെടുമ്പോഴോ സഹജീവിയുടെ സങ്കടമോ കണ്ണുനീരോ വേദനയോ ജീവനോ ഒന്നും വിലയില്ലാതെ വരും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കണമേ, ഈ ദൈവമില്ലാത്ത പാർട്ടിയും ദൈവമില്ലാത്ത ഭരണവും സമൂഹത്തെ നിത്യനാശത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും. അവർക്കും അവരുടെ ചേർന്ന് നിൽക്കുന്നവർക്കും അല്ലാതെ ഒരു ഫലവുമില്ല. ഇന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ശമ്പളമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. മനസ്സിലാക്കിക്കൊള്ളുക. ഇതുപോലെ തന്നെ സഭയിലും സംഭവിച്ചിരിക്കുന്നത്. സഭയിൽ ഒരു കൂട്ടം ആൾക്കാർ സഭയെ ഹൈജാക്ക് ചെയ്യുന്നത് പോലെ, അതും സഭയുടെ ഏറ്റവും വിലപ്പെട്ട ആരാധനകളുടെ ആരാധനയായ പരിശുദ്ധ കുർബാനയെ കയറിയാണ് പിടിച്ചിരിക്കുന്നത്. അത് ചോദ്യം അധികാരികൾക്ക് ധൈര്യമില്ലാത്ത തരത്തിലേക്ക് പോകുന്നു, ബലഹീനരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാനിങ്ങനെയാണ് പറയുന്നത്: കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു വർഷം കൂടെ അടുത്തിരിക്കുന്നു, ഇന്നലത്തേക്കാൾ ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു. കൃത്യം സമയമാണത്. അതുകൊണ്ട് ഞാനും നീ ഒരുങ്ങുക. ലോകത്തിൻ്റെ തിന്മ കണ്ട് ഭയപ്പെടാതെ നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കുക. മാതാപിതാക്കൾക്ക് ദൈവഭയമില്ലെങ്കിൽ എങ്ങനെ മക്കൾക്കുണ്ടാകും? അങ്ങനെയുള്ള മക്കളെല്ലാം കൂടെ ഒരു കലാലയത്തിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തരത്തിലുള്ള തിന്മകളിലേക്കല്ലാതെ എങ്ങോട്ട് പോകും? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏത് ജാതിയോ മതത്തിലോ വിശ്വസിക്കുന്ന മനുഷ്യരായാലും ഒരു ഈശ്വരനിൽ വിശ്വസിച്ചില്ലെങ്കിൽ, ദൈവഭയത്തിൽ ജീവിച്ചില്ലെങ്കിൽ മക്കൾക്കതുണ്ടാവില്ല. അവർ അറിയാതെ പോലും ഈ തിന്മയിൽ ചെന്ന് പെട്ടുപോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കാൻ പോകുന്നവൻ പഠിക്കാതെ അവൻ ഈ ലോകത്തിൻ്റെ തിന്മകളിലും മ്ലേച്ഛതകളിലും ജീവിച്ച് ദൈവഭയമില്ലാത്ത ഒരു സമൂഹം വാർത്തെടുക്കപ്പെടുകയാണ്. അങ്ങനെ വരുന്നിടത്ത് ദൈവവിശ്വാസം തല്ലി തകർക്കപ്പെടും. പീഡനത്തിൻ്റെ കാലമാണ് ഇനി വരുന്നത്. പ്രത്യേകിച്ച് ദൈവഭയമുള്ളവന് പീഡനത്തിൻ്റെ കാലം. ദൈവത്തെ വിളിക്കുന്നവർക്ക് അവരെ എങ്ങനെയെല്ലാം തകർക്കാമോ അങ്ങനെ ഈ ദൈവമില്ലാത്ത മനുഷ്യരുടെ കൂടെ സാത്താൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സത്യം ആര് പറഞ്ഞാലും സത്യമല്ലാത്തതിനെ 10 വട്ടം പറഞ്ഞ് സത്യമാണെന്ന് വരുത്തി തീർക്കും. ഇതൊരു കാലഘട്ടം അല്ലാത്തതായതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് തൻ്റെ ദൈവവചനത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക: ഭയമില്ലാതെ ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തിന്മ എല്ലാ സ്ഥലങ്ങളിലും, അത് സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അധികാരികളിലായാലും ഭീകരമായ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കിക്കൊള്ളുക. ഇത് കണ്ടും കേട്ടും തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആത്മരക്ഷ നമ്മുടെ സ്വന്തമാണ്. അതാർക്കും നമുക്ക് നേടിത്തരാൻ പറ്റില്ല, നമുക്ക് മാത്രം നേടിയെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ധൈര്യത്തോടെ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് സ്വീകരിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പം ദേവാലയത്തിൽ പോകാൻ പറ്റാത്തവരായിരിക്കുന്ന സ്ഥലത്ത് നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നൊരു ദൈവമുണ്ട്. നീ വിളിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം. ഈ ലോകത്തിൻ്റെ തിന്മയ്ക്ക് വേണ്ടിയല്ല, നിൻ്റെ നന്മയ്ക്കും ഈ ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി നിന്നെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന നല്ലൊരു ദൈവം. ദൈവത്തെ അറിഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ. ദൈവഭയത്തോടെ ജീവിക്കാൻ മക്കളോട് പറയുക. മക്കളെ, ജീവിക്കുന്നൊരു ദൈവമുണ്ട്, അവനോട് ചേർന്ന് നിൽക്കുക. അത് മക്കളോട് പറയുമ്പോൾ തന്നെ ഈ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതം ദൈവഭയമുള്ളതായി മക്കൾക്ക് കാട്ടിക്കൊടുക്കുക. ദൈവത്തിൻ്റെ വലിയ കൃപയിലും ദൈവത്തിൻ്റെ
സമാധാനത്തിലും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇത് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ.